enrouteന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ചെറിയൊരു ട്രാവൽ അപ്ഡേറ്റ് മാത്രമാണ്. കഴിഞ്ഞ ഫെബ്രുവരി 4-ാം തീയതിയാണ് ഞാൻ കുവൈറ്റിലേക്ക് കൊച്ചിയിൽ നിന്ന് ട്രാവൽ ചെയ്തത്. അപ്പോൾ എൻ്റെ ഒരു ചെറിയ അനുഭവം നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് മാത്രമേ. നിലവിൽ കുവൈറ്റിലോ കൊച്ചിയിലോ എനിക്ക് കോവിഡുമായി ബന്ധപ്പെട്ട് അതായത് യാത്രാ രേഖകൾ സബ്മിറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടില്ല. കൊച്ചി എയർപോർട്ടിൽ നമ്മളോട് ചോദിക്കുന്നത് PCR സർട്ടിഫിക്കറ്റാണ്. ഇത് 2 നമ്മുടെ കയ്യിൽ കരുതണം. ഒരെണ്ണം അവരുടെ കയ്യിൽ കൊടുക്കുകയും വേണം, ഒരെണ്ണം അവർ തിരിച്ചു തരും. പിന്നെ കുവൈറ്റ് മൊബൈൽ ID നമ്മളോട് കാണിക്കണം. അതുപോലെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് കാണിക്കണം. പിന്നെ ഷോണക് ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തതും കാണിക്കണം. ഇത്രയുമാണ് നമ്മൾ കൊച്ചിൻ എയർപോർട്ടിൽ കാണിക്കേണ്ടതായിട്ടുള്ളത്. കൂടാതെ കുവൈറ്റ് എയർവേസിലാണ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ അവർ നമ്മളോട് 4 മണിക്കൂർ മുമ്പെങ്കിലും റിപ്പോർട്ട് ചെയ്യാൻ ആവശ്യപ്പെടുന്നതുമുണ്ട്. ഇത് എയർപോർട്ടിലെ റഷ് കുറയ്ക്കാനാണെന്ന് വിചാരിക്കുന്നു. കൂടാതെ കുവൈറ്റ് എയർപോർട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളോട് ആകെ ചോദിക്കുന്നത് കുവൈറ്റ് മൊബൈൽ ID ആണ്. ഇത് റെസിഡൻസി ഉള്ളവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. പിന്നെ നമ്മൾ എമിഗ്രേഷൻ കഴിയുന്ന ഉടനെ തന്നെ നമ്മുടെ ഷോണക് ആപ്പ് മെസ്സേജ് വരികയും അത് ആക്ടിവേറ്റ് ആകുകയും ചെയ്യുന്നതാണ്. നമുക്കെല്ലാവർക്കും ഇപ്പോൾ ഈസിയായി ട്രാവൽ ചെയ്യാൻ പറ്റും. പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഉള്ളതായിട്ട് തോന്നുന്നില്ല. ട്രാവൽ ചെയ്യാൻ മടിച്ചിരിക്കുന്ന എല്ലാവരും ട്രാവൽ ചെയ്യുക, എൻജോയ് ചെയ്യുക. താങ്ക് യു.